ഞങ്ങൾക്ക് ഇവിടെ പുറത്തൊരു കിച്ചൺ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഈ വിറകൊക്കെ കത്തിക്കുന്ന അടുപ്പൊക്കെ ഉള്ള ആ കിച്ചൺ പുറത്താണ് കേട്ടോ. അപ്പൊ അതിനോട് ചേർന്നത് ഇവിടെ ഒരു തേക്ക് നിൽക്കണ്ടായിരുന്നേ. അപ്പൊ അത് വെട്ടിയത് ഇത്രയും ചേർന്നാണ് കേട്ടോ നിൽക്കണേ. ആ പുറത്തെ കിച്ചണുമായിട്ട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് അതൊന്ന് മുറിച്ച് മാറ്റിയതാണ്. ഈ തേക്കിന്റെ വേരിന് അത്ര താഴ്വേരില്ല എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അത്ര സേഫ് അല്ല എന്ന് തോന്നിയത് കൊണ്ട് അതങ്ങോട്ട് മുറിച്ച് മാറ്റിയതാണ്. പിന്നെ ഞങ്ങൾക്ക് ഇത്രയും സ്ഥലമുണ്ട്, അവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നടാനുള്ളൊരു സ്പേസ് ഉണ്ട് കേട്ടോ. അതുപോലെ ആ സമയത്ത് നമ്മളൊരു പ്ലാവും മുറിച്ചായിരുന്നു കേട്ടോ. ആ പ്ലാവ് ഇങ്ങനെ കുറെ വർഷങ്ങൾ പഴകിയ ഒരു പ്ലാവായിരുന്നു, ചക്കയൊന്നും കഴിക്കാണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്ലാവായിരുന്നു കേട്ടോ. അപ്പൊ ആ തേക്ക് മുറിച്ച സമയത്ത് ആ പ്ലാവും കൂടി മുറിച്ച് മാറ്റിയായിരുന്നു കേട്ടോ. അപ്പൊ പറമ്പിലാണേലും അതിന്റെ ചവറൊക്കെ ഇപ്പ കിടക്കുന്നത് നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ചേട്ടയ്ക്ക് അവധിയുള്ള ഒരു ദിവസം നോക്കി എന്നാ കുറച്ച് തൈകളൊക്കെ വാങ്ങിക്കാം. ഇനിയിപ്പോ എന്തായാലും വലിയ മരമാവുന്നൊന്നും വെക്കുന്നില്ല, എന്തെങ്കിലും ഫ്രൂട്ട്സിന്റെ തൈകൾ വാങ്ങിക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ഒന്ന് പോയതായിരുന്നു കേട്ടോ. എന്തെങ്കിലും തൈകളൊക്കെ വാങ്ങിക്കാനായിട്ട് പോയതാണേ. അപ്പൊ ചേട്ടായി അവിടെ എന്തെങ്കിലുമൊക്കെ തൈകൾ നോക്കാം, ഇന്നതൊന്നൊരു പ്ലാൻ ആയിട്ടൊന്നും അല്ല പോയത്. അവിടെ ചെന്ന് നോക്കിയിട്ട് നമുക്ക് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാന്ന് കരുതി അങ്ങനെ അങ്ങ് പോയതാണ് കേട്ടോ. ഞാനപ്പോ ചേട്ടായി അതൊക്കെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഞാനിവിടെ ചെടികളുടെ ഇടയ്ക്കൂടെയാണ് കേട്ടോ നടക്കുന്നത്. നമ്മൾ പിന്നെ ചെന്ന് കഴിഞ്ഞാൽ ചെടികൾ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിലേക്ക് ഒരു അട്രാക്ഷൻ വരുമല്ലോ. അപ്പൊ അങ്ങനെ അതിൽ കൂടിയൊക്കെയാണ് കേട്ടോ ഞാനിങ്ങനെ പരതി നടക്കുന്നത്. പക്ഷെ ചെടിയൊന്നും വാങ്ങിയില്ല കേട്ടോ. നമ്മള് ചെടി വാങ്ങിക്കാനായിട്ടല്ല പോയത്, ഇങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സിന്റെ തൈ വാങ്ങിക്കണം എന്നുള്ളൊരു പ്ലാനും കൊണ്ടാണ് കേട്ടോ നമ്മൾ പോയത്. അത് മാത്രം വാങ്ങിക്കാനായിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. അങ്ങനെ എന്തായാലും കാണുമ്പോൾ നമ്മൾ നോക്കൂല്ലോ. ഇൻഡോർ പ്ലാന്റ്സും അങ്ങനെ കുറെ കളക്ഷൻസ് ഉള്ളൊരു നഴ്സറി ആയിരുന്നു കേട്ടോ. അപ്പൊ കാണുമ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് കയറി നോക്കൂല്ലോ. അപ്പൊ അങ്ങനെ ചുമ്മാ ഒന്ന് നോക്കി നടന്നതാണ് കേട്ടോ. അപ്പൊ ഞങ്ങളിതാ ഇത്രയും തൈകളാണ് കേട്ടോ വാങ്ങിച്ചത്. ഇത് എന്തിന്റെയൊക്കെ തൈകളാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. പിന്നെ ഞങ്ങള് ഉച്ച സമയത്തായിരുന്നു കേട്ടോ പോയത്, ഭയങ്കര ചൂടായിരുന്നേ. പിന്നെ ഞങ്ങൾ ഒരു ഫ്രഷ് ലൈമും ഒക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ചേട്ടായും തക്കുടും കൂടി അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന തൈകളെല്ലാം എടുത്തിങ്ങനെ അവിടെ വെക്കുവാണേ. പിന്നെ ഇവിടെ ഓൾറെഡി ഇതാ ഞാനിങ്ങനെ ഡ്രമ്മില് ഞങ്ങള് നട്ടിട്ടുണ്ട് കേട്ടോ വേറെ കുറച്ച് തൈകളൊക്കെ. അത് പ്ലാവൊക്കെയാണ് കേട്ടോ. അതിന്റെ പേരുണ്ട് വിയറ്റ്നാം ലേഡി, വിയറ്റ്നാം ലേഡിയുടെ തൈയൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇന്ന് വാങ്ങിച്ചേക്കുന്നത് പേരയുണ്ട്, പേരയുടെ തൈയാണൊന്ന്. പേര ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇത് പക്ഷെ സാധാ വലുതാകും, ഉള്ളിൽ വൈറ്റ് കളർ വരുന്ന ടൈപ്പാണ്. പക്ഷെ ഇന്ന് വാങ്ങിച്ചേക്കുന്നത് ഉള്ളിൽ ഇങ്ങനെ പിങ്ക് കളർ വരുന്നതാണ് കേട്ടോ. പിന്നെ അടുത്തത് നമ്മുടെ സീതപ്പഴമില്ലേ, കസ്റ്റാർഡ് ആപ്പിൾ, അതിന്റെ തൈയുണ്ട്. പിന്നെ റംബുട്ടാന്റെ തൈയാണ് അടുത്തത്. അത് റംബുട്ടാൻ ഇവിടെ ഉണ്ട്, പക്ഷെ എന്നാലും ഒരു തൈയും കൂടി വാങ്ങിച്ചതാണ് കേട്ടോ, നമ്മുടെ ആ പ്ലാവ് കിട്ടിയെടുത്ത് അവിടെ നടാനായിട്ട്. പിന്നെ ഇത് അവക്കാഡോയുടെ തൈയാണ്. അവക്കാഡോയും ഇവിടെ നട്ടിട്ടുണ്ട്, പക്ഷെ അതിനത്ര ഒരു കരുത്ത് പോരാ, അതുകൊണ്ട് ഒരെണ്ണം കൂടി അങ്ങ് വാങ്ങിയതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.